അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് പാനുണ്ട റൂട്ടിലാണുള്ളത്. ഇവിടെ നമുക്ക് മലപ്പലായിക്കാവ് നമ്മളെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് കൈതച്ചാമുണ്ടി തെയ്യം കാണാൻ വേണ്ടിയിട്ട്. കോഴി നമ്മൾ പച്ചക്ക് കടിച്ച് തിന്നുന്ന ഒരിതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി എൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് പോകാം. എൻ്റെ കൂടെ പ്രദീപാട്ടനുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം പ്രദീപാട്ടനാണ് കൂടെ വരാറ്. അദ്ദേഹം തെയ്യത്തിൻ്റെ ഒരു ശരിയായ ഒരു ആരാധകനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു തറവാട് ക്ഷേത്രമാണിത്. തറവാട് കാവുകളിൽ സാധാരണ കെട്ടിയാടുന്ന തെയ്യങ്ങളും തന്നെയാണ് ഇതെല്ലാം, എല്ലാ തെയ്യങ്ങളും. പിന്നീടത് വലിയൊരു നാട്ടുകാരുടെ സഹായത്തോടെ വലിയൊരു സംഭവമായി മാറലാണ്. ഇതിങ്ങനെ പുനരുദ്ധാരണ പ്രവർത്തനമാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്ന തെയ്യം എളയടത്ത് ഭഗവതിയാണ്. ഇത് ഇവിടെ നേർച്ച തെയ്യമായിട്ട് 2 ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ ശാസ്തപ്പൻ തെയ്യം ഇതിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുടി കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ കൈത ചാമുണ്ടീൻ്റെത്. അപ്പോൾ കൈത ചാമുണ്ടി തെയ്യം ഇറങ്ങാനായി ഏകദേശം ആയി. കൈതച്ചാമുണ്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ശരിക്കും കണ്ണൂർ ജില്ലയിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ തെയ്യമുള്ളൂ. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള തെയ്യം എന്നല്ല, കണ്ണൂർ കോഴിക്കോട് ബോർഡറിലും ഉണ്ട്. കണ്ണൂർ ഏകദേശം ഒരു 6-7 സ്ഥലത്തായിട്ട് തെയ്യം ഉണ്ടാവും. മട്ടന്നൂർ, കൂത്തുപറമ്പ്, അതുപോലെ പാനൂർ ഭാഗങ്ങളിൽ മാത്രമേ ഈ തെയ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ പോയത്. നമുക്ക് ഏറെ ആകാംക്ഷയുണ്ട്. ജീവനുള്ള കോഴിയെ പച്ചക്ക് കടിച്ചു തിന്നുന്ന തെയ്യം എന്നുള്ളത് കൊണ്ട് ഒരു ഭയാനകം തന്നെയാണ്. ആളെ ചിലപ്പോൾ ഉപദ്രവിക്കും പോലെ ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് കൈതച്ചാമുണ്ടി എന്നുള്ള പേര് വരാനുള്ള കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ 2 അസുരന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. അസുരന്മാർ ബ്രഹ്മാവിൻ്റെ ഒക്കെ വരം വാങ്ങി ആണാലും പെണ്ണാലും വധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അതിനുശേഷം അവരുടെ ഒരു തേർവാഴ്ച തന്നെ ഉണ്ടായി. അപ്പോൾ അവരുടെ ശല്യം കാരണം ബ്രഹ്മാവ് പറഞ്ഞു, അന്നേരത്തെ ആൾക്കാരുകൾ ബ്രഹ്മാവിൻ്റെ അപേക്ഷയായി പോയി. ബ്രഹ്മാവ് പറഞ്ഞു ഇതിന് ശക്തിദേവിയെ പ്രാർത്ഥിക്കാനും ശക്തിദേവി ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശക്തിദേവി, അതായത് പാർവതി ദേവി പ്രത്യക്ഷപ്പെട്ടു. അതായത് ആണാലും പെണ്ണാലും എന്ന് മനസ്സിലാത്ത രീതിയിൽ ഇവരെ ഒതുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇവർ ഒളിച്ചു നിന്നത് കൈത ഓലേൻ്റെ ഇടയിലാണ്. അപ്പോൾ എല്ലാ കൈതയോലയും ഒരു കാറ്റിൽ ആടിയ സമയത്ത് ഈ 2 കൈതയോല മാത്രം ആടുന്നില്ല. അങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി ഇവർ 2 വധിക്കുകയും ചെയ്തിട്ടുള്ളത് ദേവി. ഇങ്ങനെയാണ് എൻ്റെ ചരിത്രം. അപ്പോൾ വധിച്ചതിന് ശേഷം ഇവർ ഉഗ്രരൂപത്തിൽ ഇവർ കൈതയുമായി ചോരയുമായി പോയി എന്നുള്ളൊരു സങ്കല്പമാണ്. കോഴിയെ അറുത്ത് കുടിക്കുന്ന ഒരു ഇറച്ചികൾ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കും ഭയാനകം തന്നെയാണ് ശരിക്കും ഇതൊരു തെയ്യം.
ഇതാണ് കൈതക്കാട്. ഇപ്പോൾ തെയ്യം കൈത പറിച്ചു കൊണ്ടതിന് ശേഷമാണ് കോഴിയെ തിന്നുക. ഉണ്ടകളെ